വിദ്യാർത്ഥിക്കും സിന്ദാബാദ്. വിളിച്ചോ? വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ അക്കളി നീക്കൾ സൂക്ഷിച്ചു. ഇന്നെന്താണാവോ വിശേഷം? ക്യാപ്റ്റൻ തിരിച്ചെടുത്തു. പിന്നെന്തിനാ സമരം? വിദ്യാഘോഷം. വിളിച്ചോ? വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ അക്കളി നീക്കൾ സൂക്ഷിച്ചോ. പെൺകുട്ടികൾ വരുമ്പോഴത്തേക്ക് നമ്മൾ വിളി ഉഷാറാക്കണം. മേസ്തിരോട് നല്ല നാല് മുദ്രാക്കി എഴുതാൻ പറയടാ. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. മാഷന്മാരും പെൺകുട്ടികളും വരുമ്പോൾ ഞമ്മക്ക് വിറപ്പിക്കണം. ഇന്ന് വേണ്ട, അടുത്ത നമുക്കൊരു സമരം ഉണ്ടാക്കാം. വഴിയുണ്ട്, പാടോ. വാടോണ്ണേ വാന്നേ, മേസ്ത്രിയുടെ കടയിൽ നല്ല സ്വറയാണ്. വാന്നേ. ആ, ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. വലിക്കും മേസ്ത്രി. വിജയാഘോഷത്തിന് ഒരു സിഗരറ്റ് ഒന്നും പോരടോ ഗോപിയെ. ആ, എന്നാ വര്. ചായ. ക്യാപ്റ്റാ, ഒരാഴ്ച ജോലിയായി. ഇനിയിപ്പോ എന്തേ ഞമ്മക്കൊരു സമരം ഉണ്ടാവുക? ബസ് ചാർജ് കുറയ്ക്കാൻ സമരമാവാം. വടക്കാഞ്ചേരിൽ ഒരു കുട്ടി മരിച്ച ന്യൂസ് കണ്ടോ? അവിടെ സാധനം നമുക്ക് ഇവിടെ ഒന്ന് തുടങ്ങാം. പേപ്പറിലുണ്ട്. കുത്തിക്കൊന്നതാ. നിർവീര്യമായ പോലീസിന്റെ അനാസ്ഥ കൊണ്ട് വിദ്യാർത്ഥി സഹാക്കൾ രക്തസാക്ഷികളാകുന്നു. എങ്ങനെ നിർവീര്യം എന്ന് പറയല്ലേ മേസ്ത്രി? ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞപ്പോൾ പകരുന്ന ചാമ്പ്യന്റെ പാട് എന്റെ അല്ലോ പുറത്തിപ്പോഴും ഉണ്ട്. അറിയോ, നാരായണൻ നായർ മാഷ്ക്ക് മാറ്റാണ്, പകരം വരുന്ന ടീച്ചറാ. ആമ്യം കോഴിനാരുടെ മകളാ അമ്മണി. എനിക്കറിയാം. നമുക്ക് ടീച്ചർ മതിന്ന് ഒരു നിവേദനം കൊടുക്കാം. ഗോപിയെ, ആ ബെൻസ് വരുന്നുണ്ട്. ഉണ്ണിയെന്നെ കാത്തിച്ചിട്ട് മുത്തച്ഛനെ കിട്ടും. ഇവനാള് മോശമല്ലല്ലേ ക്യാപ്റ്റൻ? ഈ ചെക്കൻ്റെ എപ്പോഴും കാശുണ്ടാവും. ദുബായ്ക്കാരന്റെ മോനല്ലേ നീ? അവനൊന്ന് വളയ്ക്കാൻ നോക്കടാ ഗോപിയെ. നിന്റെ അനുജനാ? ചെറിയമ്മയുടെ മകനാ. ഞമ്മള് ലോഹ്യം കൂടാ നോക്കി, പക്ഷേ ചെക്കൻ എടുക്കാത്ത സൈസാ. മര്യാദക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എടുത്ത പൊയ്ക്കോ പൊയ്ക്കോ. 4 അക്ഷരം പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തെണ്ടി നടന്നോ? ചോദിക്കാനും പറയാനും ആരും ഇല്ലാലോ. എന്താ കേളപ്പന്മാര്? ഇതൊക്കെ തന്നെ പഠിക്കലും പഠിപ്പിക്കലും നന്നാനുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് മാഷ് ഒന്ന് കണ്ണുരുട്ടിയാ മതി, മൂത്രം പോവും. കണ്ടില്ലേ? ഇപ്പൊ ഇതൊക്കെ തന്നെ. എന്താ ഇരുന്ന് ഉറങ്ങാണോ ഉണ്ണി? എന്തിനാ ഇങ്ങനെ ഓരോ വികൃതിത്തരം കാട്ടാൻ പോണേ? അച്ഛനെ നീ ഇവിടെ എങ്ങനെ കാണാറുണ്ടോ? ഇല്ല. കള്ളും വെള്ളവും കുടിക്കാൻ കാശുണ്ടല്ലോ അയാൾക്ക്. സ്വന്തം മോനല്ലേ, അവൻ എങ്ങനെ കഴിയണു എന്നൊന്ന് അന്വേഷിച്ചൂടെ അയാൾക്ക്? നിന്റെ മുത്തച്ഛൻ ലോകായ ലോകം മുഴുവൻ കേസ് നടത്തുന്ന വീരനല്ലേ. മാസാമാസം നിന്റെ ചെലവിനുള്ള കാശ് കേസ് കൊടുത്ത് കൂട്ടുമ്മേ കയറ്റി വാങ്ങിക്കാൻ തന്തപ്പടിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. മുത്തച്ഛൻ കേക്കണ്ട, മുത്തച്ഛന്റെ ചെവിട് വല്ലാത്ത കിടക്കണോടത്ത് കേക്കും. നാണിയമ്മേ, നാണിയമ്മേ, പണിക്കാരും തള്ള പെറ്റുണ്ടായവര് തന്നെയാണെന്ന വിചാരം ഈ വീട്ടിൽ ഒരാൾക്കേ തോന്നിയിരുന്നുള്ളൂ, നിന്റെ അമ്മയ്ക്ക്. അവൾ പോയ പിന്നെ ഒക്കെ കണക്ക് തന്നെ. കിടന്നോ കുട്ടി? ഇപ്പൊ ആ വിദ്വാനെ കാണുവെച്ച ആ കള്ളു ഷാപ്പ് പോയാ മതി. ഏതാ?
നിങ്ങളെ വിടറോ രാജവും പണമൊന്നും ഇല്ലെങ്കിലും എടാ ഇത് മാത്തോട്ടത്തില് ശങ്കരൻകുട്ടിയാ അറിയോ അവിടെ കിടക്കട്ടോ ബോധം തെളിയുമ്പോ താനേ വന്നോളൂ ആ ശങ്കരൻകുട്ടി അല്ലേ കുട്ടി ചോദിച്ചേ എവിടെയായിരുന്നു കുട്ടിയെ? എവിടെയില്ല. സ്കൂളില്ലാത്ത ദിവസം എന്തിനാ ഇങ്ങനെ തെണ്ടി നടക്കണേ? ആ ഇരുന്നോളൂ. നിന്നെ വിളിച്ച് കാണാണ്ടായപ്പോ ഞാൻ കഴിക്കാനിരുന്നു. ഇപ്പൊ വിളമ്പ. രവിയുടെ കൂടെ നിനക്കും ചോറുണ്ടോന്നൂടെ? ഗോപിക്ക് ഹോട്ടലിൽ അക്കൗണ്ടാ. ഓന്റെ അച്ഛൻ എമ്പാടും കാശുണ്ടോ? ക്യാപ്റ്റൻ ആ കയ്യൊന്ന് നീട്ടിക്കേ. ഇന്ന് ബിരിയാണി അല്ല, ചോറാ. മീനുണ്ടായിരുന്നു. മീനുണ്ട്, ഇറച്ചിയുണ്ട്. നല്ല മസാലേന്റെ മണം. ഒരു പുകതാ ക്യാപ്റ്റൻ. ഡ്രിൽ മാഷ് സ്പെഷ്യൽ ഓർഡർ ചെയ്തപ്പോ നമുക്ക് ഒരു പ്ലേറ്റ് ഇറച്ചി. പുതിയ ടീച്ചർ ചരക്കാണത്രേ. ഡ്രിൽ മാഷ് പറഞ്ഞു. കൊടു ക്യാപ്റ്റൻ, ചുണ്ടുകൊള്ളും. നറുക്കിടാൻ ആളില്ലെങ്കിൽ നമ്മൾ വന്നു. വാടാ. പൊയ്ക്കോ പൊയ്ക്കോ. നല്ല ലെവല ചങ്ങാടി, നമുക്കൊന്ന് ഇളക്ക്. എടോ ഉണ്ണി, നിന്റെ അച്ഛനല്ലടാ അത്. ഉണ്ണിയുടെ അച്ഛനോ? ഇയാളോ? ഈ കള്ളൂടിയല്ലോ? മേസ്ത്രി വയ്യേ? രണ്ട് ഭാഗത്തായിട്ട് നിക്കടോ. 5 രൂപയുടെ പണിയോ കിട്ടുന്നില്ല. നല്ലൊരു സൈറ്റ് കിട്ടാനും പകരം സമ്മതിക്കില്ല. അസത്ത് പിള്ളേരെ. ഗോപിയെ, വാസന്തി ടീച്ചറുടെ കയ്യിൽ നിന്ന് ചോറ്റുപാത്രം കാണില്ലല്ലോ. നശിപ്പിച്ചു. ഇതോട്ട് എടുത്ത് വെക്കടോ. അല്ലേലും ടീച്ചർ തടി കുറയ്ക്കാ നല്ലത്. അയാളൊരു നാറിയ. വാസന്തി ടീച്ചർക്ക് നന്നായിട്ട് ഏറ്റവും തോന്നണല്ലോ.
അതാണ്ടാ പുതിയ ടീച്ചർ. പുതിയ ടീച്ചറെ കണ്ടാ ഇഷ്ട? എന്താ സ്റ്റൈല്. ഞാൻ പറഞ്ഞ ശരി. ആമ്യം കോയിന്നാരുടെ മകള് എനിക്കറിയാം. ശരിക്കറിയോ മേസ്ത്രി? ശരിക്കറിയാം. ഈ സ്കൂളിൽ പഠിച്ച കുട്ടിയാ. എന്നാ ഞാൻ ഒരു പാട്ട് ഇറക്കട്ടെ. റെഡി. മേളിലെ അമ്മിന്നാരുടെ കന്നിമോളല്ലേ കൊച്ചമ്മിണി. കണ്ടു നിൽക്കുന്ന ബാല്യക്കാരുടെ കണ്ണു പൊളിക്കണ രണ്ണമേലി.